الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. قال الله تعالى وما أرسلناك إلا رحمة للعالمين. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഏറ്റവും ആദരണീയരായ ജാമിയ ബയ്യനാത്തിലെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഷഫീഖ് ഉസ്താദ്, മറ്റുള്ള ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളെ, ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടും അവിടുത്തെ പ്രകീർത്തനങ്ങളും അവിടുത്തെ മദ്ഹുകളും ലോകമെമ്പാടും പരന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കൽ നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല, നിങ്ങൾ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ ലോകത്ത് ഒരാളും വിശ്വാസിയാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസി എന്നുള്ള ടൈറ്റിലുള്ള നമ്മൾ ആ വിശ്വാസി എന്നുള്ളത് കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതാ നമ്മളെല്ലാം ഒന്നിച്ചു കൂടിയത് ഞാനിവിടെ വരുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബുറുദ ടീം ഇവിടെ വരുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ എന്നെയും നിങ്ങളെയും ഓർത്ത് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കരഞ്ഞ ഒരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർത്ത് കരഞ്ഞതുപോലെ ലോകത്ത് ഒരാളെക്കുറിച്ചും ഓർത്ത് കരഞ്ഞിട്ടില്ലല്ലോ, തങ്ങളൊരാളെക്കുറിച്ചും വേദനിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് മുഴുവനും ചിന്തിച്ചത്, അവിടുത്തെ മൊത്തവും ചിന്ത അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് ഒരിക്കൽ തങ്ങളോട് പറയുകയാണ്, ഹബീബായ നബിയേ, തങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? ഉടനെ പറയുകയാണ്, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിലേക്ക് കടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ 4 ഖുലഫ അല്ല, 4 അഖ്താബീങ്ങളല്ല, ഔത്താദീങ്ങളല്ല, നുജബ മാത്രമല്ല, ബുദല മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അതിൽ ഒരു മെമ്പറാണ്.
നമ്മൾ നരകത്തിൽ കടക്കുന്നതും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാനാവില്ല, തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അല്ലാഹു തആല തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ളുഹയിൽ പറയുന്നുണ്ടല്ലോ, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അതാ അവിടുന്ന് പറഞ്ഞില്ലേ, തങ്ങൾക്ക് സന്തോഷമാകുന്നത് വരെ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നതാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ, തങ്ങളുടെ താല്പര്യം തീരുന്നത് വരെ, തങ്ങൾക്കിത് മതി എന്ന് തങ്ങൾ പറയുന്നത് വരെ നമ്മൾ തങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോക നേതാവ് എൻ്റെയും നിങ്ങളുടെയും കരളിൻ്റെ കഷ്ണമാകുന്ന മദീനയിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മളിവിടെ സമർപ്പിക്കുമ്പോൾ, ഹത്മുൽ ഖുർആന് സമർപ്പിക്കുമ്പോൾ, അതാ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ നന്നായിട്ടുണ്ടോ, നമ്മൾ വിശ്വാസികളായിട്ടുണ്ടോ, നമ്മുടെ ജീവിതം കൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ മഹദിയവർകൾ ആരാണ്? വലിയ ഇബാദത്ത് കൊണ്ട് പേരും പ്രശസ്തിയും കിട്ടിയ മഹദിയാണ്. ആ റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹയോട് അതാ ആ കാലഘട്ടക്കാരനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റാബിയ, നിങ്ങളിങ്ങനെ ഇബാദത്ത് ചെയ്യരുത്, ശരീരം ബുദ്ധിമുട്ടാകുന്ന നിലക്ക്, ശരീരത്തെ ഇടങ്ങേറാക്കുന്ന രൂപത്തിൽ നിങ്ങളിങ്ങനെ ഇബാദത്ത് ചെയ്യല്ല എന്ന് പറഞ്ഞപ്പോൾ മഹദിയവർകൾ പറഞ്ഞു, ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കുന്നത്, ഞാൻ രാത്രി നിന്ന് ഉറക്കൊഴിഞ്ഞു നിൽക്കുന്നത്, ഞാൻ രാത്രി ഉറക്കം കളയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടാനല്ല, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടാനല്ല. നമ്മളിവിടെ വന്ന എന്തിനാ? സ്വർഗം കിട്ടാനാ. നമ്മൾ നിസ്കരിക്കുന്ന എന്തിനാ? സ്വർഗം കിട്ടാനാ. നമ്മൾ ഇബാദത്ത് എടുക്കുന്നത് സ്വർഗം കിട്ടാനാ. പക്ഷേ മഹദിയുടെ വർത്തമാനം അങ്ങനെയല്ല. മഹദി പറയുകയാണ്, ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കുന്നത്, എൻ്റെ ശരീരം നോക്കാത്തത്, ഞാൻ ഇബാദത്തിൽ മുഴുകുന്നത്, എൻ്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എനിക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടാനല്ല, പിന്നെയോ എൻ്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള അംബിയാഇനോട് പറയണം. അതായത് ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മോളെ കണ്ടോ നിങ്ങൾ? 1000 റക്അത്ത് നിസ്കരിക്കുന്ന മോളാണ്, രാത്രി മുഴുവനും ഇബാദത്തിലാണ്, തെറ്റ് ചെയ്യാത്ത നല്ല മോളാണ്. ഇത് ഞാൻ പറയിപ്പിക്കുന്നത് തങ്ങൾ പറയുമ്പോൾ തങ്ങൾക്ക് എന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവുമല്ലോ, തങ്ങൾ സന്തോഷിക്കുമല്ലോ. പഠിച്ചോനെ, എൻ്റെ സമുദായത്തിൽ എൻ്റെ റാബിയ മോള് റബ്ബേ ബറക്കത്ത് ചെയ്യണേ, റാബിയാക്ക് സന്തോഷം നൽകണേ എന്ന് തങ്ങൾ ദ്വാരക്കുമല്ലോ. തങ്ങളെ ദുആഇന് വേണ്ടിയാണ്, തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നിസ്കരിക്കുന്നത്, അല്ലാതെ അല്ലാഹുവിൻ്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചിട്ടല്ല. മറ്റുള്ള അമ്പിയാക്കളോട് എന്നെപ്പറ്റി തങ്ങൾ അഭിമാനം പറയണം, എന്നെ കൊണ്ട് തങ്ങൾ സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ചിന്ത നോക്ക് നിങ്ങൾ.
ഉറക്കൊഴിഞ്ഞ രാത്രികൾ എന്തിനാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ സാധനങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം നിത്യോപയോഗ ഉപകരണ സാധനങ്ങളായി നമ്മൾ വലിയ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഉപയോഗിക്കുന്ന നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും പറയാനില്ലല്ലോ. ഏത് സമയത്തും എന്തും സംഭവിക്കാമല്ലോ. ഓരോ ആളുകളും പെടുങ്ങനെ മരിക്കുകയാണല്ലോ. എന്നാലും പറയട്ടെ, എല്ലാത്തിനും വലുത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. കാരണം എന്തേ? ഹറാമ് കാണാൻ തോന്നൂല, ഹലാലല്ലാത്തതൊന്നും ഭക്ഷിക്കൂല, സിനിമ പാട്ട് കേൾക്കാൻ തോന്നൂല, സീരിയലിലേക്ക് ചിന്ത പോകൂല. കാരണം എന്തേ? ഇരിപ്പിലും നടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും ഏകാന്തതയിലും ഉയർച്ചയിലും സഞ്ചാരത്തിലും ഉദ്യാനത്തിലുമെല്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ നമ്മുടെ കൽബിൽ വന്നാൽ നമുക്ക് ദുനിയാവിനോടുള്ള ചിന്തയില്ല, ദുനിയാവിനോട് താല്പര്യമില്ല. ഉമ്മമാരോട് പറയുകയാണ്, ഉമ്മ, സഹോദരി, പെങ്ങളെ, ഒരു നിലക്കും തോന്നിവാസം ചെയ്യരുത്. മുസ്ലിം ഐഡന്റിറ്റി എന്നത് ഏതെങ്കിലും ഒരിടത്തേക്ക് വേണ്ടി കളയാനുള്ളതല്ല. ആളുകൾ എന്തെല്ലാമോ ചെയ്തോട്ടെ, തോന്നിവാസങ്ങൾ പറഞ്ഞോട്ടെ, നമ്മളും മുസ്ലിമാണ്. ഈമാൻ കൈമുതലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോയി കിടക്കേണ്ടത് ആരാരുമില്ലാത്ത ഖബറിലാണ്. ആരും അവിടെ ഉണ്ടാവൂല. നമ്മുടെ കൂട്ടുകാരുണ്ടാവൂല, നമ്മുടെ റീൽസ് ഉണ്ടാവൂല, നമ്മുടെ സൗന്ദര്യം ഉണ്ടാവൂല, നമ്മുടെ സമ്പത്ത് ഉണ്ടാവൂല. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടോ അതൊന്നും ഉണ്ടാവുകയില്ല. ആകെ ഉണ്ടാവുന്നത്, ആകെ സ്വന്തമെന്ന് പറയാൻ നമുക്കുള്ളതെന്താ? വെറും 3 കഷ്ണം തുണിയാണ്. 3 കഷ്ണം തുണിയാണ്. അത് തന്നെ ഉറപ്പില്ലാത്ത സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ആര് മരിച്ചാലും, തങ്ങൾ മരിച്ചാലും, കുത്തുബ് മരിച്ചാലും, രാജാവ് മരിച്ചാലും, മന്ത്രി മരിച്ചാലും, പിച്ചക്കാരൻ മരിച്ചാലും, പണമുള്ളവൻ മരിച്ചാലും, പണമില്ലാത്തവൻ മരിച്ചാലും, ആര് മരിച്ചാലും വേണ്ടത് വെറും 3 കഷ്ണം തുണിയാണ്. ആ ബോധം നമ്മുടെ ഉമ്മമാർക്കുണ്ടാവണം. നാവിനെ വളരെയധികം സൂക്ഷിക്കണം. നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഒരാളെപ്പറ്റിയും ഫിത്ന പറയരുത്, ഒരാളെപ്പറ്റിയും ഫസാദ് പറയരുത്. ഒരു കള്ളുകുടിയനെ കണ്ടാൽ അവൻ മോശക്കാരനാണെന്നല്ല ചിന്തിക്കേണ്ടത്. അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നാൽ, അവന് പുറത്തു കൊടുത്താൽ പിന്നെ അവൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അവൻ കള്ളുകുടിയനാണ്, അവൻ മോശക്കാരനാണ്, അവൻ തോന്നിവാസിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവൻ്റെ പൊരുത്തമില്ലാതെ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് കരുതണ്ട. നമുക്കോൻ്റെ പൊരുത്തമില്ലാതെ സ്വർഗം കിട്ടൂല മുഅ്മിനെ. നമ്മൾ അവരുടെ പിന്നാലെ പോയി പൊരുത്തപ്പെടിക്കേണ്ടി വരും. എത്രയോ ഉമ്മമാരെ പറ്റിയ ഗീബത്ത് പറഞ്ഞത്, എത്രയോ സഹോദരങ്ങളെക്കുറിച്ചാണ് നമീമത്ത് പറഞ്ഞത്, എത്രയോ ആലിമീങ്ങളുടെ പച്ച മാംസമാ തിന്നത്. ഇതെല്ലാം അല്ലാഹു തആല ഈ ഹൃസ്തമായ ജീവിതം വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ, കുറഞ്ഞ ആയുസേ ഉള്ളൂ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദീനി ദഅവത്ത് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മുൻകാല പ്രവാചകന്മാരുടെ ഉമ്മത്തിൻ്റെ ആയുസ് നോക്കുമ്പോൾ, അവരുടെ ആയുസിൻ്റെ കണക്ക് നോക്കുമ്പോൾ, അവരുടെ ആയുസിൻ്റെ 1% പോലും ഒരു പക്ഷേ നമുക്കുണ്ടാവുകയില്ല. വളരെ കുറഞ്ഞതാണ്. തങ്ങൾ പറഞ്ഞതെന്താ? എൻ്റെ
ഉമ്മത്തിൻ്റെ ആയുസിൻ്റെ വലിപ്പമെന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും അടക്കാണ്. ഇതിൻ്റെ അർത്ഥം 60 വയസ്സാകുമ്പോഴേ മരിക്കുമെന്നല്ല, 70 വയസ്സാകുമ്പോഴേ മരിക്കുമെന്നുമല്ല. പിന്നെയോ ഇതിൻ്റെ മുമ്പത്തുനിന്ന് ഈ 60-70 വയസ്സായാലേ മരിക്കൂ, അതിൻ്റെ മുമ്പ് മരിക്കൂല എന്നുമല്ല. പിന്നെയോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 ആയപ്പോൾ പോയിട്ടുണ്ട്. നമുക്കും അതൊക്കെ തന്നെയാണ് ആയുസുള്ളത് എന്ന് പറഞ്ഞാൽ 90-നടുത്ത് ജീവിച്ച ആളുകളുണ്ട്, 100-നടുത്ത് ജീവിച്ചവരുണ്ട്, 110 വരെ ജീവിച്ചവരുണ്ട്. തങ്ങൾ പോയതുകൊണ്ട് അങ്ങനെയാണ് അവിടുത്തെ സമുദായത്തിൻ്റെ കണക്കെന്നാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മഹാന്മാരെല്ലാം അവരുടെ വിജയമായി കണ്ടത്, വിജയത്തിൻ്റെ നിദാനമായി കണ്ടത് സയ്യിദി വമലാദി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സഹാബത്ത് തങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തങ്ങൾ ചോദിച്ചു, ഉമറേ, നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം പ്രിയപ്പെട്ടവരാണ്? ഉടനെ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തങ്ങളോടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉമറേ, വിശ്വാസം പൂർണ്ണമായിട്ടില്ല, മുഅ്മിനായിട്ടില്ല. മുഅ്മിനാവണമെങ്കിൽ സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാവണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഹദിയ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം, നമ്മൾ നന്നായിട്ടുണ്ടോ? ഒരൊറ്റൊരാൾക്കും നമ്മൾ കടം കൊടുക്കരുത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും കടബാധ്യത ഉണ്ട് എങ്കിൽ അതൊക്കെ കൊടുത്ത് തീർത്ത് ഹക്കിടപാടുകളൊക്കെ വീട്ടി. എപ്പോഴാണ് മൗത്താവുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ, എപ്പോൾ വേണമെങ്കിലും മരിക്കാലോ. ആ സമയത്ത് നല്ല നിലക്ക് മരിക്കാൻ പറ്റണം. ഒരൊറ്റ സംഭവം പറയട്ടെ. മഹാനായ സയ്യിദുനാ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉപ്പയാണെന്ന് തോന്നുന്നു, അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മഹാനാണ്. മരണപ്പെട്ടു 3 ദിവസം കഴിഞ്ഞപ്പോൾ കടക്കാർ വീട്ടിൽ വന്നു. എന്തിനാ വന്നത്? എനിക്ക് പൈസ തരാനുണ്ട്, പൈസ വേണം. ആള് ഷഹീദാണ്. പക്ഷേ ആളുകൾക്ക് നമുക്കുള്ള ആവശ്യങ്ങൾ പോലെ അവർക്കും ആവശ്യങ്ങളുണ്ടല്ലോ. അന്ന നിലക്ക് അവർ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ വേണം. മഹാനവറുകളാകെ ഇടങ്ങേറായിട്ട് തങ്ങളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കടക്കാർ മുഴുവനും അതാ വീട്ടിൽ വന്നിരിക്കുന്നു. ഉപ്പ പണം കൊടുക്കാനുള്ളതാണ്, പക്ഷേ കൊടുക്കാൻ സാധിക്കുന്നില്ല, ഉപ്പ മരണപ്പെട്ടു പോയല്ലോ. ഉടനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത്? ഉടനെ പറഞ്ഞു, ഒരു തോട്ടമുണ്ട് നബിയേ, ഒരു മുന്തിരിത്തോട്ടമുണ്ട് നബിയേ. ആ കാലഘട്ടമെന്ന് പറഞ്ഞാൽ മുന്തിരിക്ക് ക്ഷാമമുള്ള കാലഘട്ടമാണ്, മുന്തിരി കൊലക്കാത്ത കാലഘട്ടമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് ആ തോട്ടത്തിലേക്ക് പോകാം. തോട്ടത്തിൽ ചെന്നിട്ട് തങ്ങളൊന്ന് അവിടെ ഇങ്ങനെ നടന്നിട്ടതാ അവിടുന്ന് പറഞ്ഞു, ഞാൻ നിസ്കരിച്ചിട്ട് വരുന്നത് വരെ ഇനി ഈ തോട്ടത്തിൽ ആരും കയറാൻ പാടില്ല. അതാ അവിടുന്ന് നിസ്കരിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓരോ കൊലയും നിങ്ങൾ പറിച്ചെടുക്കൂ. അവിടുന്ന് അതാ ഓരോ ഭാഗങ്ങളായിട്ട് പഴുത്ത മുന്തിരിയല്ല, പച്ച മുന്തിരി അവിടുന്ന് അതാ ഇങ്ങനെ പറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയി കച്ചവടം ചെയ്യൂ. ചന്തയിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ നല്ല ബലപുഷ്ടമായ മുന്തിരിയാണുള്ളത്. അവിടുന്ന് കച്ചവടം ചെയ്ത് അവിടുന്ന് അതാ കടക്കാരുടെ ഹക്കടപാട് മുഴുവനും അവിടുന്ന് വീട്ടിക്കൊടുത്തു. ഉപ്പാന്റെ ഖബറിൽ സന്തോഷമുണ്ടാക്കി കൊടുത്തു.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരൊറ്റ കടപാടും വെക്കരുത്. അതൊരു രൂപയാണെങ്കിലും ശരി, 50 പൈസയാണെങ്കിലും ശരി, 1 കോടിയാണെങ്കിലും ശരി. ഖബറിൽ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റൂല കേട്ടോ. ഒരു സഹാബിയുടെ ജനാസ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ കൊണ്ടുവന്നു. തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യന് കടമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉണ്ട് നബിയേ. അപ്പോൾ തങ്ങൾ സാധാരണ കടമുള്ള ഒരൊറ്റ മയ്യത്തിനും തങ്ങൾ ജനാസ നിസ്കരിക്കാറില്ല. തങ്ങൾ മാറി നിന്നപ്പോ ഒരു സഹാബി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തു നബിയേ. അവരുടെ കടങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം തങ്ങൾ നിസ്കരിക്കുകയാണ്. ളുഹറിന് മുമ്പ് ആ മനുഷ്യനെ ഖബറടക്കി. ളുഹർ നിസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ കടം വീട്ടിയോ? മരിച്ചിട്ട് 3, 7, 11, 40 ആണ്ടുമായിട്ടില്ല. വെറും മണിക്കൂറുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. തങ്ങൾ ചോദിക്കുന്നു, കടം വീട്ടിയോ എന്ന്. ഇല്ല നബിയെ, സമയം കിട്ടിയിട്ടില്ല. തങ്ങൾ പോയി. തങ്ങളുടെ മുഖം വിവർണമായി, തങ്ങളുടെ മുഖം ചുമന്നു. ആ സഹാബി പിന്നീട് അസറിന് വന്നപ്പോ പിന്നെയും ചോദിച്ചു, കടം വീട്ടിയോ? പറഞ്ഞു, നബിയെ ഞാൻ വീട്ടിയിട്ടുണ്ട്. തങ്ങളൊന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ കടമെന്ന് പറഞ്ഞു. കടങ്ങൾ കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിയേ പറ്റൂ, നിർബന്ധാണ്. 1 രൂപയാണെങ്കിലും ശരി, 50 പൈസയാണെങ്കിലും ശരി, കൊടുക്കാൻ പറ്റൂലേ? ഓലോട് പറയും, പൊരുത്തപ്പെട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ട് നിങ്ങൾ കൊടുക്കണം. കാരണം ഖബറിൽ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ മുഅ്മിനെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരൊറ്റ കടബാധ്യതയും വെക്കരുത്, ഒരൊറ്റ കടബാധ്യതയും വെക്കരുത്. ഹക്കായിട്ട് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ മുഴുവനും നമുക്ക് വീട്ടാൻ പറ്റണം. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇന്ന് കാണുന്നവരെ നാളെ കാണാത്ത ലോകം, ഇപ്പം കണ്ടവരെ അസറാകുമ്പോൾ കാണാത്ത ലോകം, അസറിന് കണ്ടവരെ മഗ്രിബാകുമ്പോഴേക്ക് കാണാത്ത ലോകം. ആ നിലക്കുള്ളതാണ്. അതുകൊണ്ട് ഒരൊറ്റ നിലക്കും പടപ്പിനോടും സൃഷ്ടാവിനോടും ഒരു നിലക്കുള്ള ബാധ്യതയും വെക്കരുത്. വീട്ടാനുള്ളത് മുഴുവനും വീട്ടണം. ആ നിലക്ക് വീട്ടി നമ്മൾ ജീവിക്കണം. അങ്ങനെയാകുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മുടെ ജീവിതം നന്നാക്കണം, നമ്മുടെ ഖൽബ് നന്നാക്കണം, നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ ജീവിതം നന്നാക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം. എല്ലാ നിലക്കും അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി വരുന്ന നല്ല ജീവിതം നയിക്കണം. അവിടുത്തെയോട് മുഹബ്ബത്ത് വെച്ചിട്ട് നമ്മൾ കൂടിയവരാണ്, ഹുബ്ബ് വെച്ചിട്ട് കൂടിയവരാണ് നമ്മൾ. അപ്പോൾ തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണെന്ത്? അവിടുത്തെ സുന്നത്തിനെ സ്നേഹം വെക്കൽ. കാരണം അവിടുന്ന് പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ, വമൻ അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു, വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാലോ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായി എന്നാ പറഞ്ഞത്. സ്വർഗത്തിലായി എന്നാ പറഞ്ഞത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ. എന്തേ കാര്യങ്ങൾ? നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുക്കുമ്പോൾ ബിസ്മില്ല, എല്ലാ കാര്യത്തിലും ബിസ്മില്ല, സുന്നത്തിന്റെ കൂലി കിട്ടും. ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ
അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവത്തിൻ. ദിക്ർ ചൊല്ലുക, കൂലി കിട്ടി. ഇനിയോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു വുളു എടുക്കുക. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ ആ ഒന്നും മുറിയൂല. കാരണം എന്തേ? അത് നിസ്കാരത്തിന് വേണ്ടി എടുത്ത ഒന്നുമല്ലല്ലോ, സുന്നത്തിന് വേണ്ടി എടുത്ത ഒന്നുമാണ്. അതുകൊണ്ട് തൊലി തമ്മിൽ ചേരുമ്പോൾ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുമ്പോൾ ഒന്നും മുറിയും. അതല്ല, അതിന് നമ്മൾ നിസ്കാരത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അമലിന് വേണ്ടി എടുത്തതല്ല, പിന്നെയോ സുന്നത്തിന് വേണ്ടി എടുത്തതാണ്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഒന്ന് എടുത്തു. അതിന് ഭാര്യയും ഭർത്താവും തമ്മിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഒന്നും മുറിയൂല എന്നാണ്. നമുക്ക് എന്ത് ചെയ്യും? മലക്കുകളുടെ പ്രത്യേക കാവൽ കിട്ടും. എപ്പോഴും ഒന്നും എടുക്കുന്നത് നമുക്ക് നല്ലതാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര കഴിഞ്ഞിട്ട് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ദാ മഹാനായ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ബിലാൽ, നിങ്ങളുടെ കാല് ഞാൻ സ്വർഗത്തിൽ കണ്ടല്ലോ. ബിലാൽ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ കാരണമെന്താണ്? അപ്പൊ പറഞ്ഞു, നബിയേ, പറയത്തക്ക കാരണങ്ങളൊന്നും എനിക്ക് പറയാനില്ല. വലിയ നോമ്പില്ല, വലിയ സക്കാത്തില്ല, വലിയ ഇബാദത്തിന്റെ കണക്കുകൾ നികത്താനില്ല. എന്നാലും എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യമുണ്ട് നബിയേ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് തങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല പറയുന്നത്, പിന്നെയോ മഹാനവറുകളെ കൊണ്ട് തന്നെ സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എപ്പം എൻ്റെ വുളു മുറിഞ്ഞാലും ഞാൻ വുളു എടുക്കും നബിയെ. എപ്പം എൻ്റെ വുളു പോയാലും ഞാൻ വുളു എടുക്കും നബിയെ. അപ്പൊ പറഞ്ഞു, സദഖത യാ ബിലാൽ, ഓ ബിലാലെ, നിങ്ങൾ സത്യം പറഞ്ഞു. എപ്പോഴും വുളു എടുക്കല് നല്ലൊരു സുന്നത്താണ്. കാരണം നിത്യം വുളു എടുക്കണം. കാരണം മലക്കുകളുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ, കാവല് കിട്ടാൻ അതൊരു കാരണമാണ്. മാത്രമല്ല പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ വുളു ഒരു കാരണമാണ്. മാത്രമല്ല എപ്പോഴും വുളു എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് ദുആഇന് ഇജാബത്ത് കിട്ടുന്നു. എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കല്, ശരീരത്തിൽ ശുദ്ധി ഉണ്ടാവുന്നു. എപ്പോഴാ മൗത്താവുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. മൗത്താവുന്ന സമയത്ത് വുളു ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതിന് കൂലിയല്ലേ. അപ്പോൾ ആ നിലക്ക് വുളുവിൻ്റെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറാം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസ് എന്ന് ദിക്ർ ചൊല്ലുക. ചെരുപ്പ് ധരിക്കാം, ഇതൊക്കെ സുന്നത്താണ്. ഇങ്ങനെ എത്രയോ സുന്നത്തുകളുണ്ട് ജീവിതത്തിൽ. ചെറുവിരലിനൊരു സുന്നത്തായൊരു മോതിരം ഇടല്, വെള്ളി മോതിരം ഇടല് സുന്നത്തുണ്ട്. എപ്പോഴും തലമറക്കല് സുന്നത്തുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ തലമറക്കല് സുന്നത്തുണ്ട്. വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കല് സുന്നത്തുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഇതൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേണ്ട വിധത്തിൽ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ വലിയ വലിയ സുന്നത്തിന്റെ പ്രതിഫലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സുന്നത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. എന്തേ കാരണം എന്നറിയോ? നമ്മൾ ഈ സ്വലാത്തിൻ്റെ ഹൽക്ക, സ്വലാത്ത് ചെല്ലുന്നതോടൊപ്പം ഈ സുന്നത്തുകൾ കൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഈ സുന്നത്തുകൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കെന്താണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വലിയ പരിഗണനയാണ് ഉണ്ടാവുക. എത്രയോ പേരാണ് സ്വലാത്ത് കൊണ്ട് വിജയിച്ചു പോയത് എന്നറിയോ? മഹാനായ സയ്യിദുനാ അഹ്മദ് റിളാ ഹാനിൽ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനല്ലേ, വലിയ ആശിഖുർ റസൂലല്ലേ. അവിടുന്നതാ ഇന്ത്യയിൽ ജീവിച്ച മഹാനവറുകളെ കാണാൻ
മദീനയിൽ നിന്നൊരു മുഹിബ്, ഒരു മുരീദ് വരുന്നു. മഹാനവറുകളോട് വന്നിട്ട് പറയുന്നു, അഹ്മദ് യുബാനിൽ ബറൽവി തങ്ങളെ, എൻ്റെ മോൾക്ക് കണ്ണിന് കാഴ്ചയില്ല, എൻ്റെ മോൾക്ക് കണ്ണിന് കാഴ്ചയില്ല. അഹ്മദ് റുഹാനിൽ ബറൽവി തങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങളേത് നാട്ടുകാരനാണ്? ഉടനെ മഹാനായ ആ മുരീദ് പറയുകയാണ്, ഞാൻ മദീനക്കാരനാണ്. അപ്പൊ അഹ്മദ് റുഹാനിൽ ബറൽവി തങ്ങളുടെ ചോദ്യമാണ്, അല്ല, പരിഹാരമുള്ള നാട്ടിൽ നിന്ന്, പരിഹാരത്തിൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണോ വരുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മദീനത്തല്ലേ ഉള്ളത്? മദീനയിലല്ലേ ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്നത്? അതുകൊണ്ട് നിങ്ങൾ മദീനത്തേക്ക് പോകണം. സുബഹിക്ക് മുമ്പ് അതാ അവിടുത്തെ റൗദയിലേക്ക് നിങ്ങൾ കയറണം. റൗദയിൽ കയറിയിട്ട് അവിടുത്തെ ഖബറു ഷരീഫിൻ്റെ പുറത്ത് വല്ല പൊടിയോ വല്ലതും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു തുണിയെടുത്തിട്ട് അതിൽ നനച്ചിട്ട് ആ പൊടിയെല്ലാം നിങ്ങൾ തൂത്ത് വൃത്തിയാക്കിക്കോ. എന്നിട്ട് ആ പൊടിയുള്ള ടൈലീസ്, ആ കർച്ചീഫ്, ആ ടവല് അല്ലെങ്കിൽ ആ തുണി എന്തോ ആയിക്കൊള്ളട്ടെ, മകളുടെ കണ്ണിലേക്ക് വെച്ച് കൊടുത്തോ. മോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നതാണ്, മോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നതാണ്. അതാ മഹാനായ ആ മുരീദ് അതുപോലെ തന്നെ ചെയ്തു. മോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഒരാൾക്കും നഷ്ടം വന്നിട്ടില്ല, ഒരാൾക്കും വേദനിക്കേണ്ടി വന്നിട്ടില്ല. അനവധി സ്വലാത്തുകൾ ചെല്ലുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവിടുന്ന് അതാ ഒരു മനുഷ്യൻ അതാ ആഖിറത്തിലെത്തിയപ്പോ ആ മനുഷ്യന്റെ പാപങ്ങൾ കൂടുതലാണ്, തിന്മ വളരെ കൂടുതലാണ്, നന്മ വളരെ കുറവാണ്. ആ മനുഷ്യനെ മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആഇന് നേതൃത്വം കൊടുക്കുവാനും നസീഹത്തിനുമായിട്ടും നമ്മുടെ ഈ ഒരു മജ്ലിസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ
ഷഫീഖ് ഉസ്താദ് നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഉമ്മമാരുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു കവറ് ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങൾ കൊണ്ടുതരും. അതിലേക്ക് 1 കിലോ ഇറച്ചിയുടെ പൈസയോ അല്ലെങ്കിൽ ഒരു 500 രൂപ വെച്ചിട്ടോ ഇട്ട് ഇൻഷാ അല്ലാഹ് അതിൽ പേരെഴുതി ദുആ വസിയത്തോട് കൊടുത്താൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു നിലക്കും. നിങ്ങൾ അതുകൊണ്ട് ഇടങ്ങേറാവുകയും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന രൂപത്തിൽ അതിനോട് ഒരു സഹകരണം കാണിക്കുക. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് മഹാനായ സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നിർത്തി. മഹാനായ സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് ഒരാൾക്കും നഷ്ടം വന്നിട്ടില്ല, ഒരാൾക്കും കോട്ടം വന്നിട്ടില്ല, ഒരാൾക്കും പ്രയാസം വന്നിട്ടില്ല. ഒരൊറ്റ സംഭവം പറയട്ടെ. മഹാനായ സയ്യിദുനാ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വലിയ കാര്യപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ ഏട്. മഹാനവറുകൾ ആ സ്വലാത്തിൻ്റെ ഏട് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? മഹാനവറുകൾ ഒരിക്കലതാ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മഹാനവറുകൾക്ക് നിസ്കരിക്കാനുള്ള സമയം എടുത്തിട്ടുണ്ട്. വുളൂഇൻ്റെ എടുക്കണം, നിസ്കരിക്കാൻ വുളൂ എടുക്കണമല്ലോ. മഹാനവറുകൾ ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. ശിഷ്യന്മാർ പല വഴിക്ക് നോക്കി. അങ്ങനെ അതാ ഒരു കിണർ കണ്ടു. ആ കിണറിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി ചെന്നപ്പോൾ ആ കിണറ്റിൽ വെള്ളമുണ്ട്, കോരിയെടുക്കാൻ ബക്കറ്റില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയ മോൾ അവിടത്തേക്ക് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, എന്തേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഉടനെ പറഞ്ഞു, മോളെ വുളു എടുക്കണം, ഈ കിണറ്റിലാണെങ്കിൽ വെള്ളമുണ്ട്, കോരിയെടുക്കാൻ ബക്കറ്റില്ല. ഉടനെ ആ മോള് എന്തോ ഒന്ന് മന്ത്രിച്ചിട്ട് ആ കിണറ്റിലേക്ക് അങ്ങ് തുപ്പി. ആ കിണർ ഹൗദ് പോലെ ആ കിണറ്റിലെ വെള്ളം പൊന്തി വന്നു. മഹാനവറുകൾ വുളുവെടുത്തു, കൂടെയുള്ള ശിഷ്യന്മാരും വുളുവെടുത്ത് കഴിഞ്ഞപ്പോഴോ ആ മോളോട് ചോദിച്ചു, അല്ല മോളെ എന്തേ ചൊല്ലിയത്? മോളെന്ത് ചൊല്ലിയപ്പോഴാണ് ഇങ്ങനെ ഹൗദ് പോലെ വെള്ളം പൊന്തിയത്? ഉടനെ മഹദിയായ ആ ചെറിയ മോള് പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ അതിൽ ഊതിയതാണ്. അപ്പോഴേക്ക് വെള്ളം വന്നതാണ്. മഹാനവറുകൾ അന്ന് നിയ്യത്താക്കി സ്വലാത്തിൻ്റെ പേരിൽ ഒരു കിതാബ് എഴുതാൻ. അങ്ങനെ മഹാനവറുകൾ എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കാര്യം കഴിഞ്ഞിട്ടില്ല. മഹാനവറുകൾ വഫാത്തായി, ഖബറടക്കി, വർഷങ്ങൾ കഴിഞ്ഞു. പള്ളിയുടെ വികസനത്തിന് വേണ്ടി മഹാനവറുകളുടെ ഖബറങ്ങ് പൊളിച്ചു. അതാ അന്ന് ഖബറിലിറങ്ങിയ ആളുകൾ പറയുകയാണ്, മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ നല്ല വെളുത്ത മനുഷ്യനാണ്. അവിടുത്തെ തൊലി ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ചോര ഇങ്ങനെ വരുന്നത് കാണാൻ. നല്ല വെളുത്ത ആൾക്കാരെ ഞെക്കി നോക്കുമ്പോൾ നല്ല ചോര കളർ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാണൂലേ, അതുപോലെ മഹാനവറുകളെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ എത്ര കഴിഞ്ഞു? 200 കൊല്ലം കഴിഞ്ഞിട്ട് ഖബറ് നോക്കുമ്പോൾ, ഖബറ് തുറക്കുമ്പോൾ ആ ഖബറിൽ പോലും മഹാനവറുകളുടെ കഫൻ തുണിക്ക് ചെറിയൊരു കരിമ്പനടിച്ചു എന്നല്ലാതെ മഹാനവറുകളുടെ ശരീരത്തിനോ മഹാനവറുകളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കോ ഒരു പോറലും സംഭവിച്ചിട്ടില്ല, ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, ഒരു നാശവും ഉണ്ടായിട്ടില്ല. ഈ നിലക്ക് മഹാനവറുകളുടെ ശരീരം ഇത്രത്തോളം സൂക്ഷിച്ചു വെക്കാൻ, മണ്ണ് പോലും തിന്നാത്ത രൂപത്തിലാവാൻ കാരണമെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് എഴുതിയ കാരണമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നന്നായി സ്വലാത്ത് ചെല്ലണം എന്ന് മാത്രം നിങ്ങളെ ഉണർത്തി ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ മഹാനായ സയ്യിദ് അവറുകൾ പറയുന്നതാണ്. മഹാനായ അല്ലാഹുവേ, റഹ്മാനായ രാജ സയ്യിദായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ദുനിയവിയും ഉഖറവിയുമായ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിനെ നീ വളർത്തണേ അല്ലാഹ്, ഉയർത്തണേ റഹ്മാൻ. മഹാനായ സയ്യിദ് അവറുകൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. തങ്ങൾ ഉസ്താദിൻ്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. തങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നീ വളർത്തി കൊടുക്കണേ അല്ലാഹ്. തങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ റഹ്മാൻ. തങ്ങൾക്ക് നീ ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നിന്റെ വജിഹിലായി അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സ്വലാത്ത് മജ്ലിസുൻ നൂർ വാട്സാപ്പ് കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിച്ച 7ാമത് സ്വലാത്ത് വാർഷികത്തിൽ സംബന്ധിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മളുടെ സ്വലാത്ത് വാർഷികത്തിൻ്റെ സമാപനമാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, കിസ്വ ജീലാൻ ചെയർമാൻ, കരുനാഗപ്പള്ളി, അൽഹംദുലില്ലാഹ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു സംസാരത്തിനൊന്നും മുതിരുന്നില്ല. തങ്ങൾക്ക് മൈക്ക് കൈമാറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് 3 കോടിയോളം വരുന്ന സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. 3 കോടിയോളം സ്വലാത്തുകളുണ്ട്. 130-ന് മേലെ ഖത്തമുകളുണ്ട്. ഈ ഓതിയവരെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതുപോലെ അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഇതിനേക്കാൾ വിശാലമായ രീതിയിൽ മജ്ലിസ് സംഘടിപ്പിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അതുപോലെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാരൊക്കെ ഈ വിനീതനാകുന്ന എന്നെ വിളിച്ചിട്ട് പ്രത്യേകം ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഈ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് തങ്ങളെ കൊണ്ടൊക്കെ ദ്വാരപ്പിക്കണേ. ഒരുപാട് വിഷമങ്ങൾ പറയുക. പലരുടെയും പേരുകളൊന്നും എടുത്ത് പറയാൻ പറ്റിയ സാഹചര്യം അല്ല. അത് പലർക്കും അറിയാവുന്നവരാകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പല പല വിഷമങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങൾ, രോഗസംബന്ധമായ വിഷയങ്ങൾ, മക്കളില്ലാത്ത വിഷയങ്ങൾ, അതുപോലെ കുടുംബജീവിതത്തിലുള്ള വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി നിരവധി അനവധി ഒട്ടേറെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിഷയങ്ങൾ പറഞ്ഞ കാരണത്താൽ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റിയ സന്ദർഭമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആരക്കും. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയണം. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്ന ചിലരൊക്കെ മടങ്ങിപ്പോയി, 1-2 പേരൊക്കെ. കാരണം അവർക്ക് മരിപ്പ്, കുടുംബത്ത് പെട്ടെന്ന് മരിപ്പ് സംഭവിച്ച കാരണത്താലും പോകേണ്ട സാഹചര്യത്താൽ പോയി. അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ഹക്ക് കൊണ്ട് അവരുടെ ഖബർ അള്ളാഹു വിശാലാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസിലേക്ക് സാമ്പത്തികമായി ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് ഇതിൻ്റെ ഭക്ഷണത്തിലേക്കും അതുപോലെ നമ്മുടെ സ്റ്റേജും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിവിടെ സംവിധാനിച്ച മുഴുവൻ കാര്യങ്ങൾക്കും സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ലിസ്റ്റുകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒന്നിച്ച് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി. ഇൻഷാ അല്ലാഹ് ആരൊക്കെ 1 രൂപ മുതൽ എത്ര രൂപ ഈ ഒരു പരിപാടിയിലേക്ക് ആര് തന്നിട്ടുണ്ടെങ്കിലും
അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആരക്കും. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതുക. പരിപാടി ലൈവ് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. ലൈവ് വീക്ഷിക്കുന്നവരോട് മനസ്സിലാക്കാൻ പറയുകയാണ്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് സയ്യിദ് അവറുടെ ദുആയ്ക്ക് ആമീൻ പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു കവറിൻ്റെ കാര്യം തങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും ഇൻഷാ അല്ലാഹ്. കുട്ടികൾ എത്തിക്കുമ്പോൾ ഇപ്പോഴത്തേക്കല്ല പറഞ്ഞത്, അത് അടുത്ത മാസത്തെ പരിപാടിയാണ്. അപ്പോൾ കഴിയുന്നവർ ഈ പറഞ്ഞ പോലെ ഒരു ഇറച്ചിയുടെ പൈസ ആ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കൊടുക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ പേരും തൊയ്യ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർ അത് എഴുതിയെടുക്കും. അതിൻ്റെ അഭിമാനം ഉണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത മറ്റൊരു വിഷയം പറയാനുള്ളത്, ഈ മജ്ലിസ് നിങ്ങളൊക്കെ ഇപ്പം നേരിട്ട് വീക്ഷിച്ചിരിക്കുക, കണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലവും നമുക്ക് വിശാലമായി നടത്തണം. അപ്പോൾ സഹോദരിമാരോടും ഉമ്മമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളൊക്കെ പല ഭാഗത്തുള്ളവരാ. നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ പകല് ഈ മജ്ലിസ് നമ്മൾ ഒരുക്കിയത്. കായംകുളത്താണെങ്കിലും കൊല്ലമാണെങ്കിലും കല്ലേലി ഭാഗത്തൊക്കെ ഉള്ള ഒരു 6-7 കൂട്ടം ആളുകളുടെ സ്വലാത്തുണ്ട്. ഈ മരുതൂക്കുളങ്ങര തന്നെ ഉണ്ട്, കോഴിക്കോട് ഭാഗത്തുള്ളവരുണ്ട്. സ്വലാത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പല കൂട്ടായ്മയിലുള്ള ഉമ്മമാരും വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോയാലും എല്ലാ ആഴ്ചയിലും നമ്മളുടെ ഈ കൂട്ടായ്മയുടെ കീഴിൽ, അഥവാ സ്വലാത്ത് മജ്ലിസുൻ നൂർ എന്നാണ് പേര്. അപ്പോൾ ആ കൂട്ടായ്മയിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ദിവസവും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ആ ഗ്രൂപ്പിൽ അറിയിക്കണം. അപ്പോൾ അതിൻ്റെ കണക്കുകൾ എങ്ങനെ അറിയിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും.